ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അറഫ്ത സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ നേരെ നമ്മുടെ എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അദേശിനെ മേജനെയാണ്. മേജൻ്റെ പിറകിലാണെങ്കിൽ ഒരാൾ ഗണ്ണും വെച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ അദേശ് നല്ല ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മേജനൊന്നും നോക്കാതെ അയാൾ എടുത്തിട്ട് അടിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ അദേശ് ആകെ ഷോക്കായി പോകും. കാരണം മേജന് ഇതുപോലെ അടിക്കാൻ കഴിയുന്നൊന്നും അദേശിന് അറിയില്ലല്ലോ. മേജൻ നേരെ അയാളുടെ തല പിടിച്ച് ചുമരിലിരിക്കും. അതിനുശേഷം അയാൾ അവിടുന്ന് വലിച്ചെറിയും. ഇതെല്ലാം കണ്ട് നമ്മുടെ അദേശ് ആകെ കിളി പോയിരിക്കുകയായിരിക്കും. അവൾ വേഗം അദേശിൻ്റെ അടുത്തൊന്ന് ചോദിക്കും, നിന്റെ തലയിലൊക്കെ മുറിവുണ്ടല്ലോ, നിനക്ക് വേദനയുണ്ടോ, എന്തെങ്കിലും പറ്റിയോ? കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ വേഗം ഈ കെട്ടഴിച്ചുകൊണ്ടാന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവൾ വേഗം അവൻ്റെ കെട്ടഴിച്ചു കൊടുക്കാൻ നോക്കുകയായിരിക്കും. അതിൻ്റെ ഇടയിൽ അവരൊരുപാട് സംസാരിക്കുന്നുണ്ട്. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതില്ല, നീ ഇവിടെ ഇങ്ങനെ എത്തിയെന്ന് പറ ആദ്യം. ജമാൽ എവിടെ പോയി? ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, ഞാനും ജമാലും കൂടിയാണ് ഇവിടേക്ക് വന്നത്. ജമാൽ എന്നോട് കാറിലിരിക്കാൻ പറഞ്ഞത്, പക്ഷേ ഞാനത് കേൾക്കാതെ ഞാൻ വേറെ വഴിയിലൂടെ ഇങ്ങോട്ട് വന്നു. അതിൽ പിന്നെ അത്ര വലിയ പുത്തിരിയൊന്നുമില്ലല്ലോ. പറഞ്ഞാൽ കേൾക്കാൻ നിൽക്കാന്ന് പറഞ്ഞത് നിന്റെ ഒരു ഐക്കോണിക് സംഭവമല്ലേ. നീ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ദേശ്? കുറേ നേരമായിട്ട് നീ മിസ്സിങ്ങാ, ഇത്ര നേരമായിട്ട് നിന്നെ കണ്ടിട്ടില്ല. അപ്പം പിന്നെ നിന്നെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഇറങ്ങില്ലേ? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയൊന്നുമല്ല, നീ ആ കിട്ടുന്നവയെ അഴിക്കാൻ നോക്ക്. അതന്നെ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര ടൈറ്റാ, കിട്ടുന്നില്ല. ഈ കയറ് മുറിക്കാനാണോ നിനക്ക് ഇത്ര പ്രയാസം? ഒരുത്തരെ നീ എത്ര സിമ്പിളായിട്ട് തള്ളി താഴിട്ടത്. ഇത് കേൾക്കുമ്പോൾ മേജർ കുറച്ച് പ്രൗഡായിട്ട് ഫീൽ ചെയ്യും. അതിനുശേഷം അദേശ് പറയും, നീ കിട്ടച്ചതിന് ശേഷം വേഗം ഇവിടുന്ന് ഒളിച്ചു നിൽക്കണം. ഞാൻ എങ്ങനെയും ആൾക്കാരെ വിളിച്ച് അവരെ ഇവിടുന്ന് മാനേജ് ചെയ്തോളാം. അപ്പോഴേക്കും നീ നിന്റെ എല്ലാ ശക്തി ഉപയോഗിച്ച് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടണം. ഇത് കേൾക്കുമ്പോൾ മേജർ അത് സമ്മതിക്കില്ല. ഇല്ല, എന്തുവന്നാലും ഞാൻ ഇവിടുന്ന് പോവില്ല. ഞാൻ ഇവിടെ നിന്നെ ഹെൽപ്പ് ചെയ്യാനുള്ളത്, അപ്പം നിന്നെ കൊണ്ട് ഞാൻ പോവുള്ളൂ. നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മേജർ എന്നോട് പറയും. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, വേഗം ഇതൊന്ന് അഴിച്ചോണ്ട, എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാമെന്ന് പറയും. അങ്ങനെ മേജന് ഒരു വിധത്തിൽ ആ കെട്ടഴിച്ചു കൊടുക്കും. കെട്ടഴിച്ച് നേരെ അവൾ അദേശിനെ പോയി കെട്ടിപ്പിടിക്കും. അദേശും അവൾ ഹഗ് ചെയ്യുന്നുണ്ട്. അവൾക്കാണെങ്കിൽ അദേശിനെ കണ്ടുപിടിച്ചതിൽ ഒരുപാട് ഹാപ്പി ആയിരിക്കും. അവനെ കണ്ടുപിടിക്കാൻ സഹായിച്ചതിന് അവൾ ദൈവത്തോട് നന്ദി പറയും. അവരവിടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് അവരുടെ ഗാർഡ്സ് വരുന്നത്. നസീറിന്റെ ആൾക്കാരെല്ലാം വന്ന് അവരെ രണ്ടുപേരും കൂടി വീണ്ടും അവിടെ കെട്ടിയിടും. അവരവിടുന്ന് ഒരുപാട് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും ആ ഗാർഡ്സ് കുറേ പേരുണ്ടായതുകൊണ്ട് അവർക്ക് അതിന് കഴിയുന്നില്ല. അങ്ങനെ കെട്ടിയിടുന്നതിൻ്റെ ഇടയിൽ അവർ മേജനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കും. അത് കേൾക്കുമ്പോൾ അദേശം നല്ല ദേഷ്യം വരും. അവനവിടുന്ന് ഒരുപാട് തവണ എഴുന്നേറ്റ് നിൽക്കാൻ നോക്കുന്നുണ്ട്. അവൻ അവിടെ ഇരിക്കാതെ കിടന്ന് തുള്ളുന്ന കണ്ടിട്ട് അവിടേക്ക് വേറൊരാൾ വരും. എടാ, നീയൊക്കെ എവിടത്തെ ഗുണ്ടകളാടാ? ഒരുത്തനെ പോലും നിങ്ങൾക്കൊന്നും പിടിച്ചു മാറ്റാൻ കഴിയുന്നില്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ നേരെ മേജന്റെ അടുത്തേക്ക് കണ്ടുകൊണ്ടുവരും. നിന്നെ ഇപ്പം എങ്ങനെ അടക്കിയിരുത്തേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് വെറുതെ നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതെന്ന് പറഞ്ഞ് അവൻ മേജന് നേരെ ഗണ്ണ് ചൂണ്ടി നിൽക്കുമായിരിക്കും. അത് കാണുമ്പോൾ അദേശം മേജന് എന്തെങ്കിലും സംഭവിക്കുന്നു വിചാരിച്ച് അവൻ അവിടെ അടങ്ങിയിരിക്കും. അങ്ങനെ അവർ അദേശിനെ അവിടെ കെട്ടിയിടും. അതിനുശേഷം അവരെല്ലാവരും അവിടെ നിന്ന് പോവും. അതിനുശേഷം അദേശ് വീണ്ടും മേജൻ എന്തിനാ അവിടെ വന്നതെന്നും പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തായിരിക്കും. പിന്നെ നിന്നെ കുറിച്ചൊരു വിവരം ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ അവിടെ സമാധാനത്തിലിരിക്കുക? നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പോഴും എൻ്റെ മനസ്സ് പറഞ്ഞതാ. ഇവളിങ്ങനെ പറയുമ്പോൾ അദേശ് ഇങ്ങനെ ആലോചിക്കും, എനിക്കെന്തോ സംഭവിച്ചെന്ന് ഇവളെ മനസ്സെങ്ങനെ പറയാനാ? അപ്പോഴാണ് അവൾ പറയുന്നത്, എന്താ അദേശ്, ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടിയില്ല ഇങ്ങോട്ട് വന്നത്, എന്നിട്ട് നീ ഇപ്പം എന്നെ ഇങ്ങനെ പറയാണോ? അതല്ല മാജൽ, നീ എന്നെ സഹായിക്കാൻ വന്നു, നന്ദിയുണ്ട്. പക്ഷേ നീ നിന്റെ കാര്യം കൂടി ഒന്ന് നോക്കണ്ടേ? എനിക്കിപ്പോൾ നിന്നെ കുറിച്ചും കൂടി ആലോചിച്ച് വിഷമിക്കേണ്ട അവസ്ഥയല്ലോ ഇപ്പോൾ ഇത്. അവനിങ്ങനെ കൂടെ അവളിവിടെ വരണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അവൻ അവളെക്കുറിച്ച് കൺസേണിലുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ മാജൽ നല്ല ദേഷ്യം വരും. എൻ്റെ പൊന്നോ, നീ പറഞ്ഞത് ശരി തന്നെ, ഞാനിങ്ങോട്ട് വരണ്ടായിരുന്നു. അത് കാണുമ്പോൾ അദേശ് പറയും, അല്ല നീ ഒറ്റയ്ക്കല്ലല്ലോ, ഇവിടേക്ക് ജമാൽ വന്നിരുന്നില്ലേ, എന്നിട്ട് അവരത് എവിടെ പോയി? അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നാൽ മതി എന്ന് മാജൻ പറയും. അത് കേൾക്കുമ്പോൾ അദേശും പറയും, ഇല്ല, അവനൊന്നും സംഭവിക്കില്ല. അവൻ എന്തൊക്കെ അടി കിട്ടിയാലും അവൻ സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചു വരും. എനിക്ക് എൻ്റെ സഹോദരൻ നന്നായിട്ട് അറിയാമെന്ന് അവൾ പറയും. മേജൻ്റെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുന്നത് കാണുമ്പോൾ അദേശ് ചോദിക്കും, നിനക്കെന്താ ഇവിടെ ഇരുന്നിട്ട് പേടിയാവുന്നുണ്ടോ? നീ പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. ഇത് കേൾക്കുമ്പോൾ മേജന് പറയും, ഇല്ല, ഞാനിവിടെ നിൻ്റെ കൂടെയാണല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. അതെ, അത് ശരിയാണ് മോജൻ, നീ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരുത്തരും നിൻ്റെ ഒരു മുടിയിൽ പോലും തൊടാൻ കഴിയില്ല. അതെനിക്ക് അറിയാം അദേശിന് അവളും പറയും. അതിനുശേഷം അദേശ് വീണ്ടും അവളോട് പറയും, എങ്കിലും നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ജമാലിനോട് കുറേ തവണ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അവൻ നിന്നോട് പറഞ്ഞ് മടുത്തിട്ടായിരിക്കും നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവുക. നിനക്ക് അവൻ പറയുന്നതൊന്ന് കേട്ടുകൂടായിരുന്നോ? ഇനി അടുത്ത സമയം ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവൻ പറയുന്നത് നീ കേൾക്കണം, മനസ്സിലായോ? അതെങ്ങനെയാ അദേശ്, ഞാൻ ഇതെല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെ കൈയും കെട്ടിയിരിക്കുന്നത്? നീ വരാൻ ലേറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് ആകെ ടെൻഷനായിരുന്നു. നിനക്ക് അറിയാവുന്നവർക്കെല്ലാം ഞാൻ വിളിച്ച് അന്വേഷിച്ച് നോക്കിയത് നിന്നെക്കുറിച്ച്. പക്ഷേ അവരാരും നിന്നെ കണ്ടിട്ട് പോയില്ലെന്നാണ് പറഞ്ഞത്. അതെല്ലാം കേട്ടിട്ടും ഞാൻ എങ്ങനെയാണ് അവിടെ ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ ഇവിടേക്ക് വന്നത്. ഇങ്ങനെയെല്ലാം പറഞ്ഞു നിൽക്കുമ്പോൾ അദേശ് അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. അത് കാണുമ്പോൾ അവൾ പറയും, നീ എന്നെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട,
നീ എൻ്റെ ശത്രു ആണെങ്കിലും ആരാണെങ്കിലും ഞാൻ അവരെ ആരും ഇങ്ങനെ ഒരു അവസ്ഥയിലിട്ട് പോകാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് നിന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. നീ ഈ കാര്യത്തിൽ തെറ്റിദ്ധരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിന്നോട് പറഞ്ഞതെന്ന് മേജൻ അവരോട് പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ അദേശം മിണ്ടാതിരിക്കും. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ചിലപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് കോൺവെർസേഷൻ ആവോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ ചുറ്റും ഗാർഡ്സ് ഗണ്ണുകൊണ്ട് നിൽക്കല്ലേ. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം, ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ തലയിൽ ഒരുമാതിരി വെയിറ്റും കൊണ്ട് നടക്കുന്ന പോലെ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ നീ എന്നെ ആ ടെൻഡറിൻ്റെ കാര്യത്തിൽ വെറുതെ കുറ്റപ്പെടുത്തിയത്. ഞാനന്ന് ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നീ എന്നെ വെറുതെ കുറ്റം പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ അദേശം ചിരി വരും. ഈ സമയത്ത് നീ ഇപ്പം അതൊക്കെ ആലോചിച്ചിരിക്കുകയാണോ? പിന്നെ അല്ലാതെ നീ ആ കാര്യത്തിന് വെറുതെ എന്നെ കുറ്റം പറഞ്ഞു. ഞാൻ നിരപരാധിയായിരുന്നില്ലേ? പിന്നെ നീ അതിനെ വെറുതെ എന്നെ കുറ്റപ്പെടുത്തിയത്? അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമായി. ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ എന്നോട് തുറന്ന് പറയായിരുന്നല്ലോ. നീ എന്തിനാ വെറുതെ എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തിയത്? ഇത് കേൾക്കുമ്പോൾ അദേശം ഒരുമാതിരിയാവും. അപ്പോഴാണ് അവൻ അവൻ്റെ അടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് കാണുന്നത്. അതായത് അവൻ നേരത്തെ ആ ഗ്ലാസ് ഉപയോഗിച്ചാണ് അവൻ്റെ കയർ പൊട്ടിച്ചിരുന്നത്. പക്ഷേ ആ ഗ്ലാസ് കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ അവനക്കത് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവൻ അത് നോക്കി നിൽക്കുകയാണ്, മനസ്സിൽ എന്തോ പ്ലാൻ ചെയ്ത പോലെ. പിന്നീട് കാണിക്കുന്നത് നസീറിനെയാണ്. നസീർ അവരുടെ വീട്ടിലേക്ക് പോവുമായിരിക്കും. അപ്പോഴാണ് അവനക്കൊരു കോൾ വരുന്നത്. ആ കോളിൽ അവൻ്റെ ഗാർഡ്സ് ആയിരിക്കും. അവർ വിളിച്ചിട്ട് അവിടെ മേജർ വന്ന കാര്യങ്ങളെല്ലാം അവനക്ക് പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ നസീറിൻ്റെ കൺട്രോൾ പോവും. ഇവളെന്താണ് അവിടെ ചെയ്യുന്നത്? എൻ്റെ പൊന്നോ, ഞാൻ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുമ്പോൾ അതെല്ലാം കോളാക്കാനായിട്ട് ഈ മേജൻ ഇതിനെ അവിടേക്ക് പോകുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അദേശിൻ്റെ കാര്യം എനിക്കറിയില്ല. മേജൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെ ഞാൻ ജീവനോട് വിടില്ല എന്നും പറഞ്ഞ് അവൻ ആ കോള് കട്ട് ചെയ്യും. ഇതിനുശേഷം അവൻ നേരെ ഹൈദറിൻ്റെ അടുത്തേക്ക് വന്ന് കാര്യങ്ങളെല്ലാം പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ ഹൈദറിന് നല്ല ദേഷ്യം വരും. ആ മേജൻ അവിടെ എന്ത് ചെയ്യാൻ പോയതാ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ അപ്പോൾ അവളതൊന്ന് മുടക്കും. എന്നില്ലെങ്കിലും ആദേശം അവളുടെ ശത്രുവാണെന്ന് അവൾക്ക് അറിയില്ലേ? എന്നിട്ടാണോ അവളെല്ലാം മറന്ന് അവളെ രക്ഷിക്കാൻ വേണ്ടി പോയിരിക്കുന്നത്? ഇവളൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഇപ്പം എനിക്ക് പ്ലാൻ ഇങ്ങനെ പകുതി വഴിയിലിട്ട് നശിപ്പിക്കാനൊന്നും കഴിയില്ല. എന്തായാലും നടക്കാനുള്ള സംഭവിച്ചു. ഒരാൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ പ്ലാൻ മൊത്തം മാറ്റാനൊന്നും കഴിയില്ല. ഇത് കേൾക്കുമ്പോൾ നസീർ ആകെ ഷോക്കാവും. നിങ്ങളെന്താ പറയുന്നത്? മേജനെ അതിനുള്ളിൽ ഉൾപ്പെടുത്തണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലാതെ പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത്? ഇത്രയും വലിയ പ്ലാൻ ഉണ്ടാക്കി അദേശിനെ അവിടെ എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ പൂട്ടി വെച്ചിരിക്കുക. അപ്പോൾ അവളവിടെ പോയിട്ട് ആ പ്ലാനെല്ലാം കൊളാക്കി നമ്മൾ എന്ത് ചെയ്യാനാ? ഒരാളുടെ താല്പര്യത്തിന് വേണ്ടി മൊത്തം പ്ലാനൊന്നും മാറ്റാൻ കഴിയില്ല. ഇത് കേൾക്കുമ്പോൾ നസീർ നല്ല ദേഷ്യം വരും. അതെ, ഒരു കാര്യം പറഞ്ഞേക്കാം, മേജന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ പിന്നെ എന്നേക്കാൾ മോശപ്പെട്ടവൻ വേറെ ആരും ഇവിടെ ഉണ്ടാവില്ല. അത് ഞാൻ പറഞ്ഞേക്കാം എന്നും പറഞ്ഞ് നസീർ അവിടെ നിന്നും പോവും. എന്താലേ, സ്വന്തം അച്ഛനില്ലാത്ത കൺസേണാണ് അദേശിനും നസീറിനും അവളോടുള്ളത്. പിന്നീട് കാണിക്കുന്നത് അദേശിനെയും മേജനെയാണ്. അദേശ് അവിടെ നിന്ന് ഒച്ച വയ്ക്കുമ്പോൾ അവിടേക്ക് ഒരു ഗാർഡ് വരും. എന്താടാ, എന്താ ഇങ്ങനെ കിടന്ന് ഒച്ച വയ്ക്കുന്നത്? അദേശാണെങ്കിൽ അയാളെ ചൊറിയാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അയാൾക്ക് ചൊറി വരുന്നതുകൊണ്ട് തന്നെ അദേശിനെ ഇട്ടൊന്ന് കൊടുക്കും. അദേശ് നേരെ താഴെ പോയി കിടക്കും. അതിനുശേഷം അയാൾ അദേശിനെ പഴയതുപോലെ തന്നെ അവിടെ ഇരുത്തും. എന്നിട്ട് അയാൾ അവിടെ നിന്നും പോവും. അപ്പം മേജനും ചോദിക്കും, അദേശ് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എന്തിനാണ് നിന്നെ അയാൾ വെറുതെ ഇടിച്ചത്? ഇത് കേൾക്കുമ്പോൾ അദേശ് പറയും, അത് കുഴപ്പമൊന്നുമില്ല, എന്തായാലും പ്ലാൻ വർക്കായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അദേശിനൊരു പ്ലാൻ ആയിരുന്നു അത്. അവനെങ്ങനെയും അടിച്ച് താഴെയിട്ട അവൻ ആ ഗ്ലാസ് എടുക്കാമല്ലോ. അങ്ങനെ അവൻ ആ ഗ്ലാസ് കിട്ടിയിരിക്കുകയാണ്. അതിനുശേഷം അവൻ വേഗം അവൻ്റെ കയ്യിലുള്ള കെട്ടുകളെല്ലാം അഴിക്കും. ഞാൻ ഇപ്പോൾ എത്രയും പെട്ടെന്ന് എൻ്റെ കെട്ടുകൾ അഴിച്ച് നിന്റെ കെട്ട് അഴിച്ചു തരും. അതിനുശേഷം നീ ഇവിടെ എത്രയും പെട്ടെന്ന് ഇറങ്ങി ഓടിക്കോളാം. അവരെല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. ഇത് കേൾക്കുമ്പോൾ മേജൻ അത് സമ്മതിക്കില്ല. പക്ഷേ അദേശ് അവളോട് തറപ്പിച്ച് പറയുന്നതുകൊണ്ട് തന്നെ അവൾ ഓക്കെ എന്ന് പറയും. അങ്ങനെ അവൻ വേഗം അവളുടെ കെട്ടഴിച്ചു കൊടുക്കും. അവൻ പറയും, നീ ഈ വാതിലിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കണം, ഞാൻ അവരെ വിളിക്കും. അവരിങ്ങോട്ട് വരുമ്പോൾ അവരെല്ലാവരും ഞാൻ മാനേജ് ചെയ്തോളാം. ആ ഗ്യാപ്പിൽ നീ ഓടി രക്ഷപ്പെടണം. ശരിയെന്ന് പറഞ്ഞ് മേജൻ അവിടെ നിൽക്കും. അതിനുശേഷം അദേശ് അവരെ വിളിക്കുമ്പോഴേക്കും മേജൻ നേരെ അദേശിൻ്റെ അടുത്ത് തന്നെ പോയി നിൽക്കും. മേജൻ, നീ ഇതെന്താ കാണിക്കുന്നത്? ഒളിച്ച് നിൽക്ക്, അവരിപ്പോൾ വരും. അതൊന്നും എനിക്ക് കുഴപ്പമില്ല, അവരെല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൾ അവിടെ ഇങ്ങനെ ബോക്സിങ് ചെയ്യാൻ റെഡി ആയി നിൽക്കുമായിരിക്കും. അപ്പോഴാണ് അവർ പെട്ടെന്ന് വാതിൽ തുറന്ന് അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ രണ്ടുപേരും എങ്ങനെ രക്ഷപ്പെട്ടത്? അതും പറഞ്ഞ് അവർ ഇവരുടെ അടുത്തേക്ക് വരുമായിരിക്കും. അത് കാണുമ്പോൾ അദേശും മേജനും അവർ രണ്ടുപേരും അടിച്ച് താഴേക്കിടും. അതിനുശേഷം അവർ അവിടെ നിന്നും ഓടി പുറത്തേക്ക് ഇറങ്ങിയായിരിക്കും. അപ്പോഴാണെങ്കിൽ ഒരുപാട് ഗേൾസ് അവിടേക്ക് വരും. ഇത് കാണുമ്പോൾ അവരാകെ ഷോക്കായി പോകും. പക്ഷെ അവർ ഒരു അടി പോലും പതറാതെ രണ്ടുപേരും കട്ടയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് അവരെല്ലാവരെയും അടിച്ച് താഴേക്കിടും. അങ്ങനെ അവർ ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നിൽക്കുമ്പോഴായിരിക്കും അവരുടെ എല്ലാവരുടെയും തലവൻ അവിടേക്ക് ഗണ്ണും കൊണ്ടുവരുന്നത്. അയാൾ നേരെ അദേശിന് നേരേക്ക് ഗണ്ണും ചൂണ്ടി നിൽക്കും. അത് കാണുമ്പോൾ മേജനുണ്ട് സഹിക്കുന്നു. മേജൻ ഒറ്റ ചവിട്ടിനെ ആ ഗണ്ണ് തെറിപ്പിക്കും. അത് കാണുമ്പോൾ അയാൾ മേജൻ അവിടെ തള്ളിയിടും. അത് കാണുമ്പോൾ അദേശിന് ശരിക്കും ദേഷ്യം വരും. അദേശ് അയാളെ പിടിച്ച് നല്ല ഇടിക്കുന്നുണ്ട്. അയാൾക്കാണെങ്കിൽ താഴെ കിടക്കുന്ന ഗണ്ണ് എങ്ങനെയോ കയ്യിൽ കിട്ടും. അയാളത് അദേശിന് നേരെ ചൂണ്ടായിരിക്കും. അദേശം ആ ഗണ്ണ് പിടിച്ച് രണ്ടുപേരെ ആ ഗണ്ണ് പിടിച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ആ ഗണ്ണ് പൊട്ടും. ആ ഒരു നിലക്കാണ് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് മേജൻ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് വേറൊരുത്തരും കൂടി തല്ലാൻ വേണ്ടി വരുന്നത്. അത് കാണുമ്പോൾ മേജൻ അയാളെ ഡീൽ ചെയ്യും. അതിനുശേഷം അദേശും അയാളും കൂടി ആ ഗണ്ണ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അദേശ് അയാളെ ഇടിച്ച് ബോധം കെടുത്തിയിടും. അതിനുശേഷം അദേശും മേജനും കൈയും പിടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. മേജനാണെങ്കിൽ ഓടി ഒരു വിധമായിട്ടുണ്ടാവും. ഒരു സ്ഥലത്തുമ്പോൾ അവൾ പെട്ടെന്ന് നിൽക്കും.
ഇല്ല ആദേശ്, എനിക്ക് വയ്യ, ഞാൻ ആകെ തളർന്നു. ഇത് കാണുമ്പോൾ ആദേശ് അവളെ മോട്ടിവേറ്റ് ചെയ്യും. ഇല്ല മോജൻ, നീ ഇങ്ങനെ വിട്ടെടുക്കാൻ പാടില്ല. ഇതല്ല എനിക്കറിയുന്ന മോജൻ, നീ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗേളല്ലേ, നിന്നെക്കൊണ്ട് ഇതെന്തായാലും പറ്റും എന്ന് പറഞ്ഞ് അവൻ അവളെ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ അവർ അവിടെ നിന്നും പോകാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ പിന്നിലായിട്ട് ഒരാൾ നിൽക്കുന്നവർ ശ്രദ്ധിക്കുന്നത്. അത് കാണുമ്പോൾ മോജൻ പെട്ടെന്ന് അയാൾ അവരെ കാണാതിരിക്കാൻ വേണ്ടി ആദേശിൻ്റെ വാവത്തി പിടിച്ച് ആ മരത്തിൻ്റെ ചോട്ടിൽ തന്നെ ഇരിക്കും. ആദേശ് അയാളെ കണ്ടിട്ടില്ല, മോജൻ മാത്രമേ അയാളെ കണ്ടിട്ടുള്ളൂ. ഈ ഒരു സീൻ കാണിക്കുമ്പോൾ മുൻപൊരു തവണ മോജനെ ഇതുപോലെ ആദേശ് രക്ഷിച്ചിരുന്ന ആ ഒരു സീൻ അവർക്ക് ഓർമ്മ വരികയാണ്. ആദേശ് അയാളെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ മോജൻ എന്താ ഈ ചെയ്യുന്നതെന്ന് അവൻ വിചാരിക്കും. അപ്പം മോജനും പറയും, ആദേശ് മിണ്ടാതെ ഇവിടെ തന്നെ ഇരിക്കും, നമ്മുടെ പുറകിലായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്, അയാളിപ്പം നമ്മളിവിടെ കാണും, അതുകൊണ്ട് അനങ്ങാതിരിക്കുന്നു പറഞ്ഞ് അവൾ അവളുടെ കൈ അവിടെ നിന്ന് എടുത്ത് മാറ്റും. അതിനുശേഷം അവർ രണ്ടുപേരും അനങ്ങാതെ അവിടെ ഇരിക്കും. അയാൾ പോയി എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നിൽക്കുമായിരിക്കും. അപ്പോഴാണ് മോജൻ ആദേശിൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് നേരത്തെ അവിടെ നടന്ന ഫൈറ്റിൽ അവൻ്റെ കൈയിന് വെടിയേറ്റിട്ടുണ്ടാവും. ഇത് കാണുമ്പോൾ മോജൻ ആകെ ഷോക്കാവും. നിന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടല്ലോ, അത് കുഴപ്പമില്ല മോജൻ, അത് ചെറിയൊരു മുറിവാണ്. പക്ഷേ മോജൻ അതിന് സമ്മതിക്കില്ല. എന്താണെങ്കിലും ഇത് ബുള്ളറ്റ് കൊണ്ടതല്ലേ എന്നും പറഞ്ഞ് അവൾ അവിടെ തന്നെ ഇരുത്തും. അതിനുശേഷം അവൾ ആ മുറി പരിശോധിച്ച് നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവും ബുള്ളറ്റ് അതിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ടില്ല, പക്ഷേ സൈഡിൽ കൂടെ ഇങ്ങനെ തട്ടിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ അത്ര പരിക്കൊന്നുണ്ടാവില്ല, ചെറിയൊരു മുറിവേനെ ഉണ്ടാവുള്ളൂ. പക്ഷേ എങ്കിലും അവൾ വെറുതെ വിടില്ല. അവളുടെ തലയിരിക്കുന്ന റിബൺ ഊരി അവൾ അതവന് കെട്ടിക്കൊടുക്കും. അതിനുശേഷം അവർ രണ്ടുപേരും അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ അവരെ കാണുന്നത്. അയാൾ അവിടേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അവർ രണ്ടുപേരും വേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അവർ ഒരുപാട് ഓടി ഓടി ഒരു റോഡിന് നടുക്ക് ചെന്ന് എത്തുകയാണ്. മുന്നിലേക്ക് നോക്കുമ്പോൾ നസീറിൻ്റെ ആള്, പിന്നിലേക്ക് നോക്കിയാലും അവർ തന്നെ. രണ്ട് സ്ഥലത്ത് നിന്നും രണ്ടുപേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ ആദേശും മോജനും ആകെ ഷോക്കായി പോകും. അവരുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വലിയ കൊക്കയാണ് ഇരിക്കുന്നത്. ഒന്നും നോക്കാതെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവർ നേരെ ആ കൊക്കയുടെ അടുത്ത് പോയി നിൽക്കും. അതിനുശേഷം ആദേശ് തിരിഞ്ഞു നിന്നുകൊണ്ട് അവരോട് പറയും, നോക്ക്, നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്, അപ്പം നിങ്ങൾ എന്നെ ഉപദ്രവിച്ചാൽ മതി. ഇവളെ നമുക്ക് വെറുതെ വിട്ടൂടെ, ഇവൾ നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറയും, ഇപ്പം നീ വഴിക്ക് വന്നല്ലേ, ഇത്രയും നേരം അവൾ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, അപ്പം എനിക്ക് ഈ കൺസേൺ ഒന്നും ഉണ്ടായിരുന്നില്ലേ. ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമല്ല മോനെ, നിങ്ങൾ രണ്ടുപേരും തീർന്നു എന്നും പറഞ്ഞ് അയാൾ അവരെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമായിരിക്കും. ഇത് കാണുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവും ഇനി കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും നേരെ ആ കൊക്കയുടെ നേരെ തിരിഞ്ഞു നിൽക്കും. അതിനുശേഷം ഒന്നും നോക്കാതെ ഒറ്റ ചാട്ടം. ഇത് കാണിച്ചോടുകൂടി അറഫ്ത സീരീസിലെ 40ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. എന്തിനാണ് അവർ ചാടിയത്, ഇനി എവിടേക്കാണ് അവർ ചെന്ന് എത്തുക എന്നൊന്നും ആർക്കും അറിയില്ല. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വൈകാതെ തന്നെ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു എപ്പിസോഡ് ലെങ്ത് ഇച്ചിരി കുറവാണല്ലേ, അത് വേറെ ഒന്നുകൊണ്ടല്ല, ഈ എപ്പിസോഡിൽ കൂടുതലും അവർ രണ്ടുപേരും ഓടുന്നതാണ് കാണിക്കുന്നത്. അവിടെ ഡയലോഗുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒന്നും പറയാനില്ലല്ലോ. അവർ രണ്ടുപേരും ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് ഡയലോഗുകളില്ല, പ്രത്യേകിച്ച് വിശദീകരിക്കാനുമില്ല. അവർ രണ്ടുപേരും ഓടുന്നതല്ലേ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല എന്ന്. അതാണ് നമ്മുടെ ലെങ്ത് ഇച്ചിരി കുറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ എടുത്ത് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബായ്.